ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് ഒന്ന് നടന്നതാണ്. സെൽഫും സ്റ്റാർട്ട് ആകണ്ടായില്ല, കിക്കർ അടിച്ചിട്ടും വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. അപ്പോൾ ഓൾറെഡി പ്ലഗൊക്കെ മാറ്റി നോക്കിയായിരുന്നതാണ്. കസ്റ്റമർ ഓൾറെഡി പ്ലഗൊക്കെ മാറ്റി ചെക്ക് ചെയ്തായിരുന്നതാണ്. നിലവിൽ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലൈൻ്റ് ആയിരുന്നു. ആ കോൺടാക്റ്റ് ക്ലാവ് പിടിച്ചിട്ട് വിട്ടുപോയേക്കായിരുന്നു വയറിങ്ങിൻ്റെ കേട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് നമ്മൾ ക്ലിയർ ആക്കി. അതിന് ശേഷം സെൽഫ് വർക്ക് ചെയ്യിക്കുമ്പോൾ സെൽഫ് വർക്ക് ആവുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സെൽഫ് മോട്ടറിൻ്റെ കാർബൺ തീർന്നതാണ് മെയിനായിട്ട് വന്നാണ് കംപ്ലൈൻറ്റ്. കാർബൺ അതായത് ബ്രഷ് ഫുള്ള് തീർന്നു പോയിട്ടുണ്ട്, തേയ്മാനം വന്നിട്ട്. അത് തേയ്മാനം വരാമെന്ന് പറഞ്ഞാൽ ആർമേച്ചർ യൂണിറ്റും നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കത് മോട്ടർ വർക്കിംഗ് ആക്കി എടുക്കാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് അടിക്കുന്ന സമയത്ത് ഒരു മൂളിച്ച സൗണ്ട് ഉണ്ടാവും. സെൽഫ് അടിക്കുമ്പോൾ മൂളിച്ച സൗണ്ട് വരും. അത് ഈ ആർമേച്ചറിൻ്റെ തേയ്മാനം കൊണ്ട് വന്നേക്കുന്ന കംപ്ലൈൻ്റാണ്. ഇനി ആ സെൽഫ് ആ കംപ്ലൈൻറ്റ് ആ സൗണ്ട് ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സെൽഫ് മോട്ടർ അസംബ്ലി പാടി മാറ്റി പുതിയത് വയ്ക്കേണ്ടി വരും കേട്ടോ. തൽക്കാലം നമുക്ക് കാർബൺ മാറ്റി വർക്കിംഗ് ആക്കാം. നമുക്ക് അതിൻ്റെ ഒരു ചിലവ് വരുള്ളൂ. ബ്രഷ് മാറുന്നതിൻ്റെയും അതിൻ്റെ ലേബർ ചാർജും വരും. നേരെ മറിച്ച് നമുക്ക് സെൽഫ് മോട്ടർ അസംബ്ലി പാടിയാണ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് 2000 രൂപയുടെ മുകളിൽ സെൽഫ് മോട്ടർ അസംബ്ലിക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ റിപ്പയർ ചെയ്തിട്ടുണ്ട്. സെൽഫ് അടിക്കുമ്പോൾ മൂളിച്ച് സൗണ്ട് ഉണ്ടാവും, എന്നാലും സെൽഫ് വർക്ക് ചെയ്തോളും, കുഴപ്പമില്ല കേട്ടോ. സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോട്ടർ മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ മോട്ടറിന് അത്രയും എമൗണ്ട് ഉള്ളത് കൊണ്ടാണ് തൽക്കാലം നമ്മളത് റിപ്പയർ ചെയ്ത് ഇടുന്നത്. ഓക്കെ. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയും കൂടി നമ്മൾ കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇതും ഇരിക്കുന്ന ബാറ്ററി 2020 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇതും ഇരിക്കണത്. 12 വോൾട്ട് 4 ആമ്പിയർ പിന്നെ ബാറ്ററി, 4 ആമ്പിയർ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത് കേട്ടോ. ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഞാനത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കണ്ടീഷൻ കൂടി കാണിച്ചു തരാം. നിലവിൽ വോൾട്ട് നോക്കുമ്പോൾ 12.5 വോൾട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കാം. അപ്പോൾ നമ്മൾ സെൽഫ് ഇപ്പോൾ മോട്ടർ റെഡി ആക്കിയാലും കുറച്ച് കഴിയുമ്പോൾ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കും. അപ്പോൾ നമ്മൾ മോട്ടർ ശരിയാക്കിയത് കൊണ്ടാണെന്ന് പറയരുത്, കാരണം ബാറ്ററി ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് മോട്ടർ റെഡിയാക്കി കയറ്റി നോക്കാം. സെൽഫ് വർക്ക് ആവുമെന്ന് നമുക്കൊരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി ബാറ്ററി ഫെയിൽഡ് ആയിട്ടാണ് കാണിക്കണേ. ഇനി നമുക്കത് എന്തെങ്കിലും മോട്ടറിൻ്റേതായിട്ടുള്ള വലിച്ചിൽ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി കൂടി മാറ്റിയാലാണ് സെൽഫ് മോട്ടർ വർക്കിംഗ് ആവുള്ളൂ കേട്ടോ. ഇനി സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ മോട്ടറിന് സൗണ്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് മോട്ടറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഇനി മോട്ടർ റെഡി ആക്കിയാലും സെൽഫ് എടുക്കാനായിട്ട് പിന്നീട് കംപ്ലൈൻറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട്. അത് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ശരിക്കും മാറ്റുകയാണെങ്കിൽ ബാറ്ററിയും സെൽഫ് മോട്ടറും കൂടി മാറ്റി വെച്ചാലാണ് ഒരു ശാശ്വത പരിഹാരം നമുക്ക് നിലവിലുള്ളൂ. ഇതിപ്പോൾ തൽക്കാലം നമ്മൾ റിപ്പയർ ചെയ്ത് കയറ്റണമെന്നുള്ളൂ. ഈ കംപ്ലയിൻസുകൾ വീണ്ടും റിപ്പീറ്റ് വരാം കേട്ടോ. അതേപോലെ തന്നെ വയറിങ്ങിൻ്റെ പഴക്കം കൊണ്ടാണ് വയറിങ് കോൺടാക്റ്റ് കംപ്ലയിൻറ്റ് വന്നിരുന്നത്. ആ കംപ്ലയിൻറ്റും കുറേ കഴിയുമ്പോൾ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കാം. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. അപ്പോൾ നമുക്ക് ഈ വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണത്. സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ടാണ് പറഞ്ഞേക്കണേ. ആ വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, ഈ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ അത് വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ഇടാം, റിപ്ലൈ ഇട്ടാൽ മതി. ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് സെൽഫ് മോട്ടർ അഴിച്ച് റിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയുടെ വയറിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് വന്നേക്കണതിൻ്റെ റിപ്പയറിങ്ങിൻ്റെ ലേബർ ചാർജാണ് വരാം. ഈ 2 ഐറ്റം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം, കാരണം നമുക്ക് റിപ്ലൈ കിട്ടിയാലാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബാറ്ററിയുടെയും സെൽഫ് മോട്ടറിൻ്റെ കേസ് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ബാറ്ററിയും കംപ്ലയിൻറ്റ് വരും, സെൽഫ് മോട്ടറും കുറേ കഴിയുമ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കും കേട്ടോ. തൽക്കാലം നമുക്ക് കുറച്ച് നാൾ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പയറിങ് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ.